എക്സാമിന് നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. പക്ഷേ ഇതിൽ നമുക്ക് വളരെ ഈസിയുമാണ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ. ഇത് പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോകാൻ പാടില്ല. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് പറയാം, കുറേ കാര്യങ്ങൾ മിസ് കൊടുത്തിട്ടുണ്ട്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആണ്. അതേപോലെ തന്നെ ഒരേപോലെയുള്ള ഡാറ്റാസിന്റെ കളക്ഷൻ ആണ് അറേ എന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസിന്റെ കളക്ഷൻ ആണ് നമ്മുടെ സ്ട്രക്ചേഴ്സ്. ഓക്കെ ആണോ മക്കളെ? പിന്നെ എലമെന്റ്സ് ഓഫ് ആൻ അറേ ആർ റെഫറൻസ്ഡ് യൂസിങ് കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, റെഫറൻസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ അതിന് പകരം സബ്സ്ക്രിപ്റ്റിന് പകരം ഡോട്ട് ഓപ്പറേറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഒരു അറേൻ്റെ ഉള്ളിൽ വേറൊരു അറേ വരികയാണെങ്കിൽ നമ്മൾ അതിനെ മൾട്ടി ഡയമെൻഷണൽ അറേ എന്നാണ് പറയുക. പക്ഷേ ഇവിടെ സ്ട്രക്ചേഴ്സിന്റെ കേസിൽ അത് നെസ്റ്റഡ് സ്ട്രക്ചർ ആണ്. മൾട്ടി ഡയമെൻഷണൽ സ്ട്രക്ചർ അല്ല, നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ. പിന്നെ നമുക്ക് അറേ ഓഫ് സ്ട്രക്ചർ പോസിബിൾ ആണ്. പക്ഷേ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അറേസ് ആസ് എലമെന്റ്സ്. അറേസിനെ നമ്മൾ ഒരു എലമെന്റ്സ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കംപ്ലീറ്റ് തിയറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇന്ന് നമ്മൾ രാത്രി കൃത്യം 7 PM ഫുൾ ക്വസ്റ്റ്യൻസ് പറയുന്നതായിരിക്കും, ഷുവർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആരും ആ ലൈവ് മിസ് ചെയ്യാൻ പാടില്ല. ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയും. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സിനെയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും പറയാം കേട്ടോ. ഓക്കെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇൻ C++, ഡാഷ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. അഡ്രസ് കിട്ടാൻ, നമുക്കൊരു മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് കിട്ടാൻ നമുക്കുള്ള ഒരു ഓപ്പറേറ്റർ ആണ് ആംപ്ലസന്റ് അല്ലെങ്കിൽ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതും വാല്യുവേറ്റ് ഓപ്പറേറ്റർ, അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സ്ട്രക്ചേഴ്സ് പഠിച്ച സമയത്ത് അല്ലേ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ചതാണ് ഡൈനാമിക്കും സ്റ്റാറ്റിക്കും മെമ്മറി അലോക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെയാണ് ഈ ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം അല്ലേ. എക്സിക്യൂഷന്റെ സമയത്താണ് ഈ ഒരു അലോക്കേഷൻ നടക്കുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് പോയിന്റേഴ്സ് വേണം, പിന്നെ 2 ഓപ്പറേറ്റേഴ്സ് വേണം. ഒന്ന് നമ്മുടെ ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററും അതേപോലെ തന്നെ നമ്മുടെ ഡിലീറ്റ് അല്ലെ. അലോക്കേറ്റ് ചെയ്യാൻ ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററും ഡി അലോക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററും. ഇങ്ങനെ 2 ഓപ്പറേറ്റേഴ്സ് നമുക്ക് വേണം. ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, നമ്മുടെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് മക്കളെ? സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് പ്ലേസ് ബിഫോർ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അലോക്കേറ്റ് ചെയ്യാണ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഡൈനാമിക്. ഓക്കെ. പിന്നെ പോയിന്റർ ഇവിടെ നമുക്ക് ആവശ്യമില്ല, പക്ഷെ ഇവിടെ ഡൈനാമിക്കിൽ നമുക്ക് പോയിന്റേഴ്സ് ആവശ്യമാണ്. പിന്നെ ഇവിടെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഒന്നും വേണ്ട അലോക്കേറ്റ് ചെയ്യാനും ഡി അലോക്കേറ്റ് ചെയ്യാനൊന്നും സ്റ്റാറ്റിക്കിൽ. പക്ഷെ നമുക്ക് ഡൈനാമിക്കിൽ എന്ത് വേണം? പുതിയൊരു ഓപ്പറേറ്റർ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യന് മുമ്പ് ഇതിൻ്റെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് മെമ്മറി ലീക്ക്? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തു, ന്യൂ ഉപയോഗിച്ച് അലോക്കേറ്റ് ചെയ്തു, പക്ഷേ നമ്മൾ ഡി അലോക്കേറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഡി അലോക്കേറ്റ് ചെയ്യാൻ മറക്കുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കുഴപ്പമാണ് അവിടെ ഒരു ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്കത് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല, അത് വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്മറി ലീക്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരിക. ഒന്നുകിൽ നമ്മളത് ഫോർഗെറ്റ് ചെയ്തു, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിലീറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്ത സ്ഥലം മാറിപ്പോയി. പുവർ ലോജിക് കാരണം, ലോജിക് ഓഫ് ദി പ്രോഗ്രാം കോഡ് തെറ്റിപ്പോയി, നമ്മൾ കൊടുത്ത സ്ഥലം മാറിപ്പോയി. അങ്ങനെ ആവുമ്പോഴും ഈ ഒരു മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞ കണ്ടീഷൻ
ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കീ വേർഡ് യൂസ് ടു ക്രിയേറ്റ് സ്ട്രക്ചർ ഈസ് ഡാഷ്. ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കീവേഡ് ഏതാണ് മക്കളെ? സ്ട്രക്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കീവേഡാണ്. ഓക്കെ, ഈ ഒരു കീവേഡാണ് നമുക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ ആണല്ലോ മക്കളെ. ഇപ്പം നമ്മളൊരു 5 ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇതൊന്നും അല്ല, സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് നിങ്ങൾക്ക് ഇന്നത്തെ ലൈവിൽ 7 PM പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും മിസ് ചെയ്യാതെ കറക്റ്റ് സമയത്ത് വരാം. അപ്പോൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് മിസ് പറയാം.